Good morning, sir. Yes, good morning. Vilaya, Vanita. Good morning, sir. Okay, Srishma. Good morning, sir. Okay, Shamima. Okay, Sanisha. Good afternoon. Good afternoon. Yes, Rashmina. Good afternoon. Good afternoon, sir. Okay, Jinu. Good afternoon. Good afternoon, sir. Okay, Lini. Good afternoon. Good afternoon, sir. Okay, Divya. Good afternoon, sir. Yes, Rekha. Good afternoon. Yes, Prayundo. Soumya. Good afternoon. Sir, ഞാനാണ് prayer manager. Yes. Follow. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടുമുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മാതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ ഒരു ജാതി ഒരു മാതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. താങ്ക് യു സാർ. ഓക്കെ വനജ, വനജ ഈ പാട്ട് പാടിയപ്പോഴേ ഞാൻ വർഷങ്ങളോളം പിന്നോട്ട് പോയി. പണ്ട് ഐ വാസ് 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ്. അപ്പോ പാടി കേട്ടിരുന്ന ഒരു പാട്ട് ഉണ്ടായിരുന്നു. അപ്പോ ആ പാട്ടും അന്ന് ആ പാട്ട് പാടിയിരുന്ന ബീന എന്ന് പറയുന്ന ഒരു കുട്ടിയെയും ഞാനിപ്പോ വനജ ഈ പാട്ട് പാടിയും പുറത്തു പോയി. ഓക്കെ വനജ, യെസ്, വെരി ഗുഡ്, നന്നായിട്ട് പാടി. യെസ്, താങ്ക് യു സാർ. ഓക്കെ. ഇനി തോട്ട് ഓഫ് ദി ഡേ. Sir, thought of the day ഞാനാണ് ഹൈഫ. പറഞ്ഞോളൂ ഹൈഫ. It is not about how many times you get rejected or fall down or beaten up. It's about how many times you stand up and are brave and you keep on going. Lady Gaga. Thank you, sir. Yes, very good, very good. Okay, okay, okay. ഓടാൻ പറ്റുമെങ്കിൽ ഓടുക. നിങ്ങൾക്ക് ഓടാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക? നടക്കുക. നടക്കാനും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇഴയുക. പക്ഷെ എല്ലാം മുന്നോട്ടായിരിക്കണം. അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഹൈഫ പറഞ്ഞത്. മുന്നോട്ടായിരിക്കണം, പിന്നോട്ടാകരുത്. ഓടിയാലും മുന്നോട്ട്, നടന്നാലും മുന്നോട്ട്, ഇഴഞ്ഞാലും മുന്നോട്ട്. ഓക്കെ ഹൈഫ, വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട്. ഓക്കെ, വിത്ത് യുവർ പെർമിഷൻ സ്റ്റാർട്ട്. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ ഇന്നൊരു ചാപ്റ്ററിനെ കുറിച്ചാണ്. യൂണിറ്റ് നമ്പർ 9. യൂണിറ്റ് നമ്പർ 9. ആ 9-ല് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കണ്ടീഷണൽ സെന്റൻസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കണ്ടീഷണൽ സെന്റൻസ്. Page number 95. ആരെങ്കിലും പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ട്? 95. 95. സാർ ഈ 7 എടുത്തായിരുന്നോ? 7 ഒന്നും എടുത്തില്ലല്ലോ സാർ. നമ്മൾ എടുക്കും, നമ്മളിപ്പോ എടുത്തിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. 16, 5, 2, 6, 9. ഓക്കെ,
ഓക്കെ അല്ല 2 എടുത്തില്ലായിരുന്നു സാർ. 2, 5, 6, 9, 16. 2-ലും 1-ലും 2-ലും നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ക്ലാസ് റൂമിൽ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതിന്റെ രീതികളുള്ളൂ. അല്ലാതെ മറ്റേ പഠിക്കാനായിട്ടുള്ള സീരിയസ് ആയ മാറ്റേഴ്സ് ഒന്നുമില്ല. 1-ലും 2-ലും യെസ് നമ്മൾ എടുക്കും പഠിക്കുന്നുണ്ട്. യെസ് കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളത് ഒരെണ്ണം എടുത്തിട്ട് അതിനോട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ യെസ് ഐ ആം ഓൾവേസ് വിത്ത് യു. യെസ് അപ്പൊ നമ്മൾ ഇത് നോക്കുന്നത് കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ചാണ്. കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടീഷൻ സെന്റൻസിലേക്ക് കിടക്കാം. ഓക്കെ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാനൊരു കാര്യം പറയും. ഞാനൊരു വാചകം പറയാം. നിങ്ങൾ ആ വാചകം ഒന്ന് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ് എഴുതിയോ. When I went there, she was sleeping. Yes, വാചകം ഇതാണ്. When I went there, she was sleeping. Okay, Livy Thomas. Yes, sir. How are you, Livy? I'm fine, sir. How are you, sir? Yes, thank you. Yes. അപ്പൊ ഇവിടെ ഞാൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. When I went there, she was sleeping. എന്ന് പറഞ്ഞതിന്റെ മീനിങ് ഒന്ന് പറയാൻ വേണ്ടി. ഞാൻ പോയ എന്താ ഒരു പ്രശ്നം കിട്ടിയോ സാർ? When I went there, she was sleeping. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവള് ഉറങ്ങായിരുന്നു. യെസ് എനിക്ക് ഇതിന്റെ അബദ്ധം പറ്റിപ്പോയി ലിലി. ഞാൻ കോമ ഇടണമെന്ന് വിചാരിച്ചത്. ഞാൻ കോമ ഇടാനായിട്ട് വിട്ടുപോയി. അപ്പൊ ലിലി ഒരു കോമ ഇട്ടു. ഒരു സ്ഥലത്ത് കോമയുടെ ആവശ്യമുണ്ട്. എവിടെയാണ് കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ when I went there ന്റെ അവിടെ ഇടണം. there കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ട്. ഓക്കെ ലിലി യു ആർ റൈറ്റ്. വെരി ഗുഡ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കോമ ഇടാൻ വിട്ടുപോയതല്ല. ആരെയും കൊണ്ടെങ്കിലും കോമഡി വെച്ചിട്ടായിരുന്നു. ഓക്കെ സെന്റൻസ് ഇതാണ്. When I went there, she was sleeping. അപ്പൊ ഇതിന് നമുക്കൊരു കോമ ഇട്ട് കഴിഞ്ഞാല് when I went there അത് കഴിയുമ്പോൾ ഒരു കോമ ഇടാം. അടുത്ത വാചകമാണ് she was sleeping. അവൾ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. അപ്പൊ നമുക്ക് പറയാം when മുതല് there വരെ ഒരു ക്ലോസ് എന്ന് പറയും. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CLAUSE ക്ലോസ്. വേറൊരു ക്ലോസ് ഉണ്ട് CLOSE. അത് വേറെ ക്ലോസ്. ആ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങോട്ട് ക്ലോസ് ആക്കി തട്ടിക്കളഞ്ഞെന്ന് പറയും. ആ ക്ലോസ് ഇത് CLAUSE ആണ്. അപ്പൊ നമുക്ക് പറയാം when മുതല് there വരെ ഒരു ക്ലോസ്. she മുതല് സ്ലീപ്പിംഗ് വരെ വേറൊരു ക്ലോസ്. അപ്പൊ എങ്ങനത്തെ ക്ലോസ് ഉണ്ട്? 2 ക്ലോസ്. യെസ് അപ്പൊ നമുക്ക് പറയാം ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസിൽ ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ കാണും. അപ്പോ ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ ചേരുമ്പോഴാണ് ദാറ്റ് ഫോംസ് ഇൻടു എ സെന്റൻസ്. ഇത് എന്തായിട്ട് മാറുന്നത്? ഒരു സെന്റൻസ് ആയിട്ട് മാറുന്നത്. സോ വി ക്യാൻ സേ എ സെന്റൻസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ദാൻ വൺ ക്ലോസസ്. യെസ് അപ്പൊ ഇതിൻ്റെ അത് 2 ക്ലോസുകളുണ്ട്. ഏതൊക്കെയാണ് ആ ക്ലോസുകൾ? When I went there വരെ ഒരെണ്ണം. അത് കഴിഞ്ഞതിന് ശേഷം she was sleeping എന്ന് പറയുന്ന രണ്ടാമത്. ഓക്കെ 2 ക്ലോസുകൾ. ഓക്കെ ജിനു ജോസ്. Yes, sir. Yes, how are you, Jinu? I am fine. Very good. Yes, അപ്പൊ ജിനു when I went there എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലോസ് ആണെന്ന് പറഞ്ഞു. സെന്റൻസിന്റെ ഒരു ഭാഗം അല്ലേ? when I went there എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ ഇല്ലേ? ഇതാണ് ചോദ്യം. ജിനുവിന്റെ അഭിപ്രായം? ഇല്ല എന്നുള്ള ജിനുവിന്റെ അഭിപ്രായം കറക്റ്റ് ആണ്, ശരിയാണ്. ഓക്കെ വെരി ഗുഡ്. യെസ്
ഇപ്പൊ വെൻ ഐ വെന്റ് ദയർ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദ മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റ്. അത് കംപ്ലീറ്റ് അല്ല. കാരണം വെൻ ഐ വെന്റ് ദയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അത്രയും പറഞ്ഞിട്ട് പിന്നെ പിന്നാണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് വൃത്തിയായിരിക്കും? ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലേ വിചാരിക്കുള്ളൂ. കാരണം അത്രേ പറഞ്ഞതിൽ ദ മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. ഓക്കെ രശ്മിയ, ദ മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. അങ്ങനെ ഇംഗ്ലീഷില് ഒരു ക്ലോസ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആ ക്ലോസിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ല എങ്കിൽ ആ ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ്. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ തന്നെ വേറൊരു പേരും കൂടി പറയും. ആ പേരാണ് ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയും. അപ്പൊ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. അപ്പൊ വാട്ട് ഈസ് മീൻ ബൈ സബോർഡിനേറ്റ് ക്ലോസ്? ഇഫ് ദ ക്ലോസ് ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ മീനിങ്, അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പിടികിട്ടിയത്? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, പിടികിട്ടി? നിവ്യ, നിവ്യ മാധവല്ല. ഓക്കെ, ഓക്കെ നിവ്യ. അപ്പൊ നിവ്യ, ഈ വെൻ ഐ വെന്റ് ദയർ എന്നുള്ളത് നമ്മൾ പറയാതെ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അടുത്തൊരു ക്ലോസ് അതിന്റെ അർത്ഥം പൂർത്തിയാവുമോ ഇല്ലേ? കാണിച്ചു. പൂർത്തിയാകും സാർ. പൂർത്തിയാകും. പൂർത്തിയാകും എന്നുള്ള നിവ്യയുടെ ആൻസർ കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. മറ്റേത് നമ്മൾ പറയുന്നില്ല, ആദ്യത്തെ നമ്മൾ പറയുന്നില്ല. അത് പറയാതെ നമ്മൾ എന്ത് പറയുകയാണ്? അർത്ഥം പൂർത്തിയാകുമെന്ന് പറയുകയാണ്. യെസ്. അപ്പൊ നമുക്കെന്ത് പറയാനായിട്ട് സാധിക്കും? രണ്ടാമത്തെ വാചകം നമ്മൾ പറയുന്നത് ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. കംപ്ലീറ്റ് അല്ലേ സെന്റൻസ്? യെസ്, കറക്റ്റ് അല്ലേ? അവൾ ഉറങ്ങുകയായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയില്ലേ? അതിന്റെ അതിന് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. യെസ്. അങ്ങനെ ഇംഗ്ലീഷില് ഏതെങ്കിലും ഒരു ക്ലോസ് എടുത്തിട്ട് അതിന്റെ മീനിങ് നോക്കുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. അതിനെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസിനെ തന്നെ വേറൊരു പേര് കൂടി പറയും. ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ക്ലോസ്. അപ്പൊ പല പേരുകളും പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഇതിനെ മെയിൻ ക്ലോസ് എന്നും നേരത്തെ പറഞ്ഞതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സെന്റൻസില് ധാരാളം ക്ലോസുകൾ ഉണ്ടാവാം. ഇനി നമുക്ക് അതൊന്നും മാറ്റി പറയാം. ഒരു സെന്റൻസില് ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാവാം. അവ ചിലത് സബോർഡിനേറ്റ് ക്ലോസും ചിലത് മെയിൻ ക്ലോസും ആകാം കേട്ടോ. അപ്പൊ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയുക. ഒരു സെന്റൻസിനെ പല പല ഭാഗങ്ങളായിട്ട് വിഭജിക്കുമ്പോൾ ഓരോ ഭാഗത്തെയും നമ്മൾ ക്ലോസ് എന്ന് പറയുന്നു. ആ ക്ലോസുകളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്നിനെ മെയിൻ ക്ലോസ് എന്നും രണ്ടാമത്തേനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ മീനിങ് ഈസ് കംപ്ലീറ്റ് ദാറ്റ് ക്ലോസ് ഈസ്, ഇഫ് ദ മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റ് ദാറ്റ് ക്ലോസ് ഈസ് കോൾഡ് സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ മീനിങ് ഈസ് കംപ്ലീറ്റ് ദാറ്റ് ക്ലോസ് ഈസ് കോൾഡ് മെയിൻ ക്ലോസ്. പിടികിട്ടിയല്ലോ? സംശയമൊന്നുമില്ലല്ലോ? എനി ഡൗട്ട്? ഓക്കെ, ഇത് ഒരു സ്ഥലത്തെടുത്ത് വെച്ചോ. എന്താ ഇതൊരു സ്ഥലത്തെടുത്ത് വെച്ചോ. ഇനി ഇതിന്റെ വേറെ സാധനം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടീഷൻസിലൂടെ കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതവിടെ ഇരിക്കട്ടെ. ഇപ്പോഴത്തെ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, എങ്ങനെയാണെന്നുള്ള കാര്യം പിടികിട്ടി. ഇത് നമുക്ക് ആവശ്യം വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. ഇത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. യെസ്, നമുക്ക് വേറെ സാധനം പറയും. അതായത് മെയിൻ ക്ലോസ് ഒന്നും കൂടെ ഒന്ന് പറയുമോ? മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മെയിൻ ക്ലോസിന്റെ അർത്ഥം കംപ്ലീറ്റ് ആയി. അതിനകത്ത് സംശയത്തിൽ ആദ്യത്തെ സെന്റൻസ് നോക്കി ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നില്ല. അതിന്റെ അർത്ഥം പൂർത്തിയാകണമെങ്കിൽ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്ന ആ ക്ലോസിന് ഇത് ആശ്രയിച്ച് നിൽക്കണം.
അതുകൊണ്ടാണ് നമ്മൾ അതിനെ സബോർഡിനേറ്റ് ക്ലോസിനെ ആശ്രയിക്കാതെ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയുന്നത്. മറ്റത് അങ്ങനെയല്ല. അത് ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്. എന്നെ സംശയമൊന്നുമില്ല, അതിനകത്ത് സംശയമൊന്നും വേണമല്ലോ. ആ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ആണെങ്കിൽ ജോസിനോട് വേറൊരു ചോദ്യം ചോദിക്കാം. ഇഫ് യു കോൾ മീ ഐ വിൽ കം. അടുത്ത സെന്റൻസ് ഞാൻ പറയും. ഇഫ് യു കോൾ മീ ഐ വിൽ കം. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എവിടെയാണ് ജോഫി കോമിഡന്റ്? ഇഫ് യു കോൾ മീ അടുത്ത്. ഇഫ് യു കോൾ മീ, നീ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും. യെസ്. അപ്പൊ നോക്കിയേ, ഇഫ് യു കോൾ മീ എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആണോ അല്ലയോ? അല്ല. അല്ല. നീ വിളിക്കുകയാണെങ്കിൽ അത്രയും മാത്രം പറഞ്ഞാൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും? ഇല്ല. യെസ്. ഈ രണ്ടാമത് നോക്കിയേ, ഐ വിൽ കം, ഞാൻ വരും. കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആണ്. അതാണ് മെയിൻ ക്ലോസ്. അർത്ഥം കംപ്ലീറ്റ് ആയാലും മെയിൻ ക്ലോസും അർത്ഥം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസും. ഓക്കെ. അപ്പൊ അത് പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്. അപ്പൊ അത് ഒരു സ്ഥലത്തേക്ക് വെച്ചോളൂ. ഇനി നമുക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ട് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ. യെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് ഒരു സെന്റൻസ് കണ്ടു കഴിയുമ്പോൾ ആ സെന്റൻസ് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളതെന്ന് നമ്മൾ അറിയണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ അർത്ഥം പിടികിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ അങ്ങനെ 12 ടെൻസ് ഉണ്ട്. ടെൻസിന്റെ ഫോം ഉണ്ട്. 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ഈ 12 ടെൻസിന്റെ ഫോമിലല്ലാതെ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ഇടാൻ പറ്റില്ല. എങ്ങനെ എഴുതി കഴിഞ്ഞാലും ഈ 12 എണ്ണത്തിൽ എഴുതാൻ കഴിയും. അപ്പൊ ഏതൊക്കെയാണ് ആ 12 എണ്ണം? പേര് മാത്രം ഞാൻ പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഇത് 3. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അടുത്ത 3. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പിന്നത്തെ 3. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പിന്നത്തെ 3. അങ്ങനെ മൊത്തം 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ഈ 12 ടെൻസുകളിലല്ലാതെ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ആർക്കും എഴുതാനായിട്ട് സാധിക്കില്ല. കാരണം ഈ 12 ടെൻസേ ഉള്ളൂ. അപ്പൊ ഇതും ഇതിന്റെ അർത്ഥവും ഇതിന്റെ അർത്ഥ വ്യത്യാസവും നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ ക്ലിയർ ആവുന്നില്ല. ബാക്കി ആർക്കെങ്കിലും അതേ പ്രോബ്ലം ഉണ്ട്? വീഡിയോ കാണുന്നില്ല. വീഡിയോ കാണുന്നില്ല. വീഡിയോ കണ്ടില്ലേ? ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഓക്കെ ആണ് സാർ. വീഡിയോ എല്ലാം വരുന്നു, സൗണ്ടും വീഡിയോ ഒക്കെ. വീഡിയോ കാണാനില്ല. അത് ചിലപ്പോ ഞാൻ പുറത്തായത് കൊണ്ടാവും. കുഴപ്പമില്ല സാർ, എനിക്ക് വീഡിയോ കേൾക്കാണ്ട്, അത് വോയിസ് കേൾക്കാണ്ട്. വീഡിയോ കാണാൻ പറ്റുന്നില്ല. അതെ അതെ. ഇടയ്ക്കിടയ്ക്ക് സ്പ്ലിറ്റ് ആവുന്നുണ്ട് സൗണ്ട്. റേഞ്ചിന്റെ പ്രശ്നമാകും. ബാക്കി ആർക്കും അതിന് വലിയ പ്രശ്നമില്ല. അവിടുത്തെ റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആവാൻ സാധ്യത. യെസ്. ഓക്കെ. ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ ഷാബിന? യെസ്. ഓക്കെ. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ. നമുക്ക് ഇവിടെ ഒരു ടെക്നിക്കൽ ടീം ഉണ്ടല്ലോ, അവര് വന്ന് റെഡി ആക്കും. യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോ നിങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ആ 12 എണ്ണത്തിൽ ഒരു 6 എണ്ണം 9 എണ്ണം നമ്മളൊന്ന് അറിഞ്ഞിരിക്കും. ബാക്കി 3 എണ്ണം പോട്ടെ. 9 എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ടെൻസും ഈ ടെൻസിന്റെ അർത്ഥവും നമ്മൾ പഠിച്ചാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് പ്രയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എക്സാമ്പിൾ പറയും. ഞാനൊരു വാക്ക് എടുക്കരുത്, ടേക്ക്. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം എടുക്കാറുണ്ട്. സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ എടുത്തു. സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോൾ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയായിരിക്കും.
പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി അതാണ് 9 എണ്ണം. ഈ 9 എണ്ണം പഠിച്ചാൽ മതി. 3 കൂടെ ഇല്ല. ഈ 9 എണ്ണം നമ്മൾ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. ഓരോ ടെൻസിൽ വരും ഇതേപോലെ അർത്ഥം മാറും. യെസ്, അപ്പൊ നമുക്ക് ആ വാക്കുകൾ മാറ്റിയാൽ മതി. ഞാൻ ടേക്ക് എന്നുള്ളത് പറഞ്ഞതിന് പകരം നിങ്ങൾക്ക് ഗോ എന്ന് പറയാം. അപ്പൊ പോകുന്നു, പോയി, പോകും, പോവുകയാകുന്നു, പോവുകയായിരുന്നു, പോവുകയായിരിക്കും, പോയി കഴിഞ്ഞു, പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പോയി കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ആ മീനിങ് നമുക്ക് കിട്ടും. ആ വേർഡ് അങ്ങോട്ട് മാറ്റിയാൽ മതി. യെസ്, ഇപ്പൊ പിടികിട്ടിയല്ലോ. അതാണ് ഈ ടെൻസിന്റെ പ്രത്യേകത. അപ്പൊ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഒരു ബേസ് ആയ സംഗതിയാണ്. അത് ഒരു ഫൗണ്ടേഷനാണ്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പിടികിട്ടി കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാണ് ടെൻസ്. യെസ്, അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തോട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. അതിൽ 3 എണ്ണം പോയിട്ട് ബാക്കി 9 എണ്ണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ നോട്ടീസോ അതായത് റോഡിലൂടെ പോകുമ്പോഴുള്ള പരസ്യമോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അത് വായിച്ചിട്ട് നോക്കണം. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 9 ടെൻസുകളിൽ ഏത് ടെൻസിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്തെങ്കിലും നമ്മളൊന്ന് അറിയാം. അത് നമ്മളൊന്ന് അറിയാം. യെസ്, അപ്പൊ നമുക്കത് എളുപ്പമാണ്. ഏത് ടെൻസിലാണ് അത് എഴുതിയിട്ടുള്ളത് നമ്മളൊന്ന് അറിയാം. യെസ്, അപ്പൊ അത് നമുക്ക് അറിയണമെങ്കിൽ ഓരോ ടെൻസും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി. യെസ്, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യെസ്, ടെൻസ് പിന്നെ വേറൊരു സിസ്റ്റം എന്ന് പറയുന്ന പുതിയ വേറൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് പറയും. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ കണ്ടീഷണൽ സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. കണ്ടീഷണൽ സെന്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് ഈ പേര് പറയുന്നത്. യെസ്, അപ്പൊ ഐ ടോൾഡ് യു ദാറ്റ് 9 എണ്ണം ശരിക്കും പഠിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ വെർബ്, പ്രവൃത്തി, ആക്ഷൻ, അതിനെപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. ഒന്ന് പ്രസന്റ് ടെൻസ് ആണ്, അടുത്ത പാസ്റ്റ് ടെൻസ് ആണ്, പിന്നെ എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് V1, V2, V3 എന്നും പറയാം. സംഭവം തന്നെയാണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, ഗോ പ്രസന്റ് ടെൻസ് ആണ്, വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്, ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അടുത്തത് ലുക്ക് പ്രസന്റ് ടെൻസ് ആണ്, ലുക്ഡ് LOKED പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡ് എന്ന് തന്നെയാണ്. കട്ട് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസും കട്ടും തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടും തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില വെർബുകളുടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയാണ്. ചില വെർബുകളുടെ പ്രസന്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും 3 വ്യത്യസ്തമായിരിക്കും. ചില വെർബുകളുടെ പ്രസന്റ് ടെൻസ് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെ ആയിരിക്കും, പ്രസന്റ് ടെൻസ് വേറെ ആയിരിക്കും. അങ്ങനെയും വരാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ കുറെ നമ്മളൊന്ന് പഠിച്ചു വന്നു, അല്ലെങ്കിൽ ഒന്ന് വായിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലേക്ക് ഓർമ്മ വരും. ഒരു വെർബ് പഠിക്കുമ്പോഴും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സംഗതി ഉപയോഗിക്കാൻ പറ്റൂ. ഗോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ഗോയുടെ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും കൂടി അറിയാമെങ്കിൽ നമുക്ക് ഉപകാരത്തിന് കൊടുക്കും. യെസ്, അത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇംഗ്ലീഷിൽ. മലയാളത്തിൽ പറയുമ്പോൾ വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഇതിന്റെ അകത്ത് ഭാവികാലം എന്ന് പറയുന്ന സംഗതി പറയുന്നില്ല, മറിച്ച് വേറൊരു പേരാണ് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അവിടെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, ഇത് വെച്ചിട്ട് ഈ വെർബിന്റെ 3 കാലങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 12 ടെൻസുകളിൽ 9 ടെൻസുകളിൽ 2-3 എണ്ണം നമുക്ക് നോക്കാം. ഒരു സെന്റൻസ് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം അത് ഇന്ന ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം എപ്പോ നോക്കിയാലും നമ്മൾ സെന്റൻസ് അതിനകത്ത് ആദ്യം വന്ന ഒരു സബ്ജക്റ്റാണ്.
സബ്ജക്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് വെർബാണ്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ പറവൂരിൽ വെച്ച് പടി കൊണ്ടടിച്ചു എന്നുള്ള വാചകം നമ്മൾ ഇംഗ്ലീഷിലോട്ട് ആകുമ്പോൾ ഐ കിൽഡ് എ സ്നേക്ക് beating with the stick at Paravur yesterday at 10 o'clock. Yesterday morning at 10 o'clock. Yes. അപ്പോൾ നോക്കി സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതാണ് ഇംഗ്ലീഷ് സെൻസിന്റെ ക്രമം വരുന്നത്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതിൽ ആദ്യം വിഷയം, പിന്നെ വെർബ് അയാൾ പ്രവൃത്തി, പിന്നെ ഒബ്ജക്റ്റ് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ, പിന്നെ മാനർ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ, പിന്നെ പി പ്ലേസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ, പിന്നെ ടി ടൈം എപ്പോഴെന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. യെസ്, അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സെന്റൻസ്. യെസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ സബ്ജക്റ്റും വെർബും മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. ഓബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈം അങ്ങനെയുള്ളതൊന്നും നോക്കണ്ട. സബ്ജക്റ്റ് വെർബ് മാത്രം നോക്കിയാൽ മതി. അത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ടെൻസിലാണ് ഇത് എഴുതിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. യെസ്, അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടെൻസിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. SIMPL സിമ്പിൾ പ്രസന്റ്, PRESENT സിമ്പിൾ പ്രസന്റ്. ആ സിമ്പിൾ പ്രസന്റ് എന്നുള്ളതിന്റെ താഴെ എഴുതുക എസ് പ്ലസ് വി, വെറുതെ വി, വെർബ് എന്നുള്ളതിന്റെ വി, ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ്, PRESENT പ്രസന്റ് ടെൻസ്. ഓക്കെ, പ്രസന്റ് ടെൻസ്. യെസ്, അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ബാക്കി പിന്നെ ഇതൊക്കെ എഴുതി എന്നുള്ളത് നമുക്ക് നോക്കണ്ട. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും. എക്സാമ്പിൾ പറയാം. I love India. But I subject, love present tense അല്ലേ? I love. ഇതേപോലെ ഇന്ത്യ അതൊക്കെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇത്രേ നോക്കി കഴിഞ്ഞാല് അതെന്താണ്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്. കാരണം സബ്ജക്റ്റിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. യെസ്, പിടികിട്ടിയല്ലോ. സബ്ജക്റ്റിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് പറയുന്നത്. യെസ്, അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഹയർ ഇംഗ്ലീഷ് ആണ്. യെസ്, ആൻമരിയ അല്ല, ഉമൈറ, ഓക്കെ. ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ എക്സാമ്പിൾ പറയാമോ? ഉമൈറ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യും. I love my family. ലവ് ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ, അത് മാറ്റി പിടിക്കും, വേറെ പിടിക്കും. അതിപ്പോ നമുക്ക് കാലഘട്ടം ഡിലീറ്റ് വേറെ പിടിക്കും. ലവ് എന്നുള്ളത് മാറ്റി. ഉമൈറ വളരെ വിദഗ്ധമായിട്ട് ഞാൻ ഐ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞു. ആ ഇന്ത്യ മാറ്റിയിട്ട് അവിടെ കൊണ്ട് ഫാമിലി വെച്ചിട്ട് പറയുള്ളൂ. യെസ്, അത് മാറ്റി വേറെ ഒന്നും പറഞ്ഞു. തന്ത്രപരമായി ആ ബുദ്ധി ഒന്ന് ആലോചിക്കാൻ കാണിച്ച്, അങ്ങനെ മാറ്റാൻ കാണിച്ച ബുദ്ധിയില്ലേ, അതൊന്ന് ആലോചിക്കാൻ വേണ്ടി കാണിച്ച്, അപ്പൊ ശരിയാവും. യെസ്, രേഖ പറയുന്നു ഐ ലൈക്ക് ടീ. കറക്റ്റ് ആണ്. ഐ ലൈക്ക് ടീ, വെരി ഗുഡ്. അല്ലെങ്കിൽ അത് നമുക്ക് പറയാം ഐ ലൈക്ക് ഹോട്ട് ടീ. എനിക്ക് ചൂടുള്ള ചായയാണ് ഇഷ്ടം. യെസ്, ഓക്കെ ഓക്കെ.
ഉമ്മയുടെ ആലോചിച്ചോട്ടോ. വനജ പറയൂ. വനജ എക്സാമ്പിൾ. രേവതി പറയുന്നു, രേവതി ഇതിനകത്ത് പ്രശ്നമുണ്ട്. ഐ ഡു മൈ കുക്കിംഗ് വേണ്ട. ഡൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് വാട്സപ്പ് ലൈഫ് കേട്ടോ. ഐ പ്ലേ ക്രിക്കറ്റ്. ഓക്കെ. നിഷ്മ ഓക്കെ. വനജ പറഞ്ഞോളൂ. കേട്ടില്ലേ? I study English. I study English. Oh, very good. Live ആയ എക്സാമ്പിൾ ആണ് വരച്ചെടുത്തത്. I study English. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കൃത്യമാണ് പറഞ്ഞത്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു ഹാബിച്വൽ ആക്ഷൻ. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവം. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്വഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. ഐ ഗോ ടു സ്കൂൾ എന്ന് റംസിനെ പറയുന്നു. കറക്റ്റ് ആണ്. യെസ്. ഐ ലിസൺ നൗ. കറക്റ്റ് ആണ് റംസീന. റസ്മിന. യെസ്, അത് കറക്റ്റ് ആണ്. യെസ്, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി. സ്ഥിരമായിട്ട്. ഇപ്പൊ ഞാൻ പറയുന്നു ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇത് മനസ്സിലാക്കണം, ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഓക്കെ 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 അഖില. യെസ്, ഐ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ ഞാൻ പതിവായിട്ട് ചായ കുടിക്കാറുണ്ടെന്നാണ്. അതെന്റെ സ്വഭാവം. യെസ്, അല്ല അതാണ് ഐ വാഷ് ലൗണ്ടറി, അല്ലെങ്കിൽ ഐ ക്ലീൻ മൈ ഹൗസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പതിവായിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാറുണ്ടെന്നാണ്. പതിവായിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാറുണ്ട്. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പ്രത്യേകത. സ്ഥിരമായിട്ട്. ഐ ഗോ ടു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാറുള്ളതാണ്. ഐ ഗോ ടു ചർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ പള്ളിയിൽ പോകാറുള്ളതാണ്. ഐ കോറൽ വിത്ത് മൈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്റെ ഭർത്താവായിട്ട് തന്നെ പിടിക്കാറുള്ളതാണ്. ഐ ടേക്ക് മൈ ഫോൺ. കറക്റ്റ് ആണ്, ഞാൻ എന്റെ ഫോൺ എടുക്കാറുണ്ട് എന്നുള്ളതാണ്. യെസ്. അപ്പൊ ഞാൻ ഇനി അടുത്തതായിട്ട് അഖിലയുടെ ഓരോരുത്തരും, അഖിലക്കാരുടെ ഫസ്റ്റ് ചാൻസ്, ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന, നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്വഭാവം. യെസ്, പ്ലസും മൈനസും ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ ആണ് പറയും. യെസ്, ഫ്രഞ്ച് സ്വഭാവം നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ളത് നിങ്ങൾ സിമ്പിൾ പ്രസന്റിൽ പറയാം. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ കണ്ട് പിടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ കട്ട് മൈ ഹെയർ വൺസ് ഇൻ എ മന്ത്. മാസത്തിലൊരിക്കൽ ഞാൻ മുടി വെട്ടാറുണ്ട്. അത് നിങ്ങളുടെ ക്യാരക്ടറാണ്. അങ്ങനെ ചെയ്യുന്നതാണ്. മാസത്തിലൊരിക്കൽ ഒരു കാര്യം എന്നത് അത് എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല, നമ്മളത് കറക്റ്റായിട്ട് ചെയ്യും. മാസത്തിലൊന്ന്. യെസ്, അതൊക്കെ നമുക്ക് പറയാം. യെസ്, ഐ ഗോ ടു മൈ ഗ്രാൻഡ് പാരൻസ് വൺസ് ഇൻ എ വീക്ക്. ഞാൻ എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും ആഴ്ചയിൽ ഒരു ദിവസം പോയി കാണാറുണ്ട്. ഐ ഗോ പ്രസന്റൻസ്, ഐ സബ്ജക്റ്റ് ഗോ പ്രസന്റൻസ്. അപ്പൊ ഞാൻ അത് മാത്രം നോക്കുള്ളൂ. യെസ്, സബ്ജക്റ്റും പെർമനന്റ് പ്രസന്റൻസ്. ബാക്കി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ വാഷ് മൈ ക്ലോത്ത്സ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും അലക്കാറുണ്ട്. അത് നിങ്ങളുടെ ക്യാരക്ടറാണ്. ഐ ക്ലീൻ മൈ ഹോം എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ വീട് വൃത്തിയാക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ റെസ്പെക്ട് എൽഡേഴ്സ്. റെസ്പെക്ട് പ്രസന്റൻസ് ആണ്. ഐ സബ്ജക്റ്റ്. ഐ റെസ്പെക്ട് എൽഡേഴ്സ്. ഞാൻ മുതിർന്നവരെ ബഹുമാനിക്കാറുണ്ട്. യെസ്, അഖില ജീവിതത്തില് രേവതി പറയുന്നു ഐ ലിസൺ ടു മ്യൂസിക് എവറി ഡേ. ഞാൻ എന്നും പാട്ട് കേൾക്കാറുണ്ട്. അത് രേവതിയുടെ സ്വഭാവമാണ്. രേവതി പാട്ട് പാടാറുണ്ടോ? കേൾക്കുക മാത്രമേ ഉള്ളൂ? ഇല്ല സർ, പാടാറുണ്ട്. പാടാറുണ്ടെന്നല്ലേ? പാടാറുണ്ട് യെസ്. എങ്ങനെയുള്ള പാട്ടാണ് രേവതി പാടുന്നത്? സർ, എല്ലാ ടൈപ്സും എനിക്ക് ഇഷ്ടമാണ്. ക്ലാസിക്കലും പിന്നെ നോർമൽ ലൈറ്റ് മ്യൂസിക്, അതുപോലെ ബീറ്റ്സും കേൾക്കും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നിഷ്മ പറയുന്നു ഐ ബ്രഷ് മൈ ടീത്ത്. ഞാൻ എല്ലാ ദിവസവും പല്ല് തേക്കാറുണ്ട്. ജിനു അല്ലെങ്കിൽ പ്രസന്റൻസ് ഐ എൻ ജി വേണ്ട, ഐ ചാർജ് മൈ ഫോൺ. ചാർജ് കേട്ടോ, ഐ എൻ ജി ഒന്നും പാടില്ല.
വെറുതെ പ്രസന്റ് ടെൻസ്. അപ്പൊ രേവതി നമ്മുടെ അഖില പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു പാട്ട് മനസ്സിൽ റെഡിയാക്കി വെച്ചു കേട്ടോ. അഖില പറഞ്ഞോളൂ. അഖിലക്കുള്ള ഒരു 5 സ്ഥിരമായിട്ടുള്ള സ്വഭാവം 5 പറയും. I wake up in the morning every day. Okay. I wake up in the morning every day. I wake up. അപ്പൊ നമുക്ക് ആ മോർണിംഗ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഞാനൊന്ന് എഡിറ്റ് ചെയ്യണം. I wake up early morning കേട്ടോ. അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട്. എത്ര മണിക്ക് എഴുന്നേൽക്കണം? 5:30 മണിക്ക് സർ. എഴുന്നേൽക്കും. യെസ്. 6 മണിയാകുമ്പോൾ ഹസ്ബൻഡിന് പോണം. അപ്പൊ ഞാൻ 5:30 മണിക്ക്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതുകൊണ്ട് എഴുന്നേൽക്കണം. ഞാൻ വിചാരിച്ചിട്ട് വളരെ ആളാണ്. യെസ്. ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാവരും വെളുപ്പിന് എഴുന്നേൽക്കുന്നവരാണ്. നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യം അതിരാവിലെ എഴുന്നേറ്റ് ചെയ്തു നോക്കി വേഗം തീരുന്നു. 10 മണിയാകുമ്പോഴേക്കും സകല പരിപാടിയും കഴിഞ്ഞ് ക്ലീനിങ്ങിലായി. യെസ്, അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ചെയ്തേക്കാളും വേഗം തീരും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് വളരെ ദ്രുതഗതിയിലാണ് ചെയ്തു തീർക്കാൻ പറ്റും. ഓക്കെ അഖില, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ജിനു ജോസഫ് പറയുന്നു ഐ ക്ലീൻ മൈ ഹൗസ് എവരി ഡേ. ഓക്കെ അഖില, ബാക്കി പറഞ്ഞോളൂ. ഒരെണ്ണം പറഞ്ഞു ബാക്കി. I take a bath every morning. Yes. Every day. I make breakfast every day. I wash my clothes every day. Yes. Okay, Ayuthi. Yeah. Vinisha, correct? പറഞ്ഞോളൂ. ഞാൻ ഈ ഇടക്ക് വരുന്നവർക്ക് ഒരു അവരൊന്ന് കണ്ടതാണ്. ഓക്കെ, അഖില പറഞ്ഞു. I make my children. I make my children happy. ഞാൻ എപ്പോഴും എന്റെ കുട്ടികളെ സന്തോഷവാന്മാരാക്കാറുണ്ട്. Yes. One more. I wash my clothes every day. നേരത്തെ പറഞ്ഞില്ലേ വാഷ് മൈ ക്ലോത്ത്സ്, ക്ലീൻ മൈ റൂം ആണ് പറഞ്ഞല്ലേ. യെസ്, അപ്പൊ ഓക്കെ, വാഷ് മൈ ക്ലോത്ത്സ്. ഇനി നമ്മൾ വെറൈറ്റി പിടിക്കട്ടെ. വെറൈറ്റി പിടിക്കും. ഐ യൂസ് ലിപ്സ്റ്റിക് എവരി ഡേ. അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി പിടിക്കും. യെസ്, സംതിങ് ഡിഫറെന്റ്. രേവതി, ആർ യു ഓക്കെ? യെസ്, ദെൻ സ്റ്റാർട്ട്. സർ സോങ് ആണോ 5 സെന്റൻസ് ആണോ? സോങ് ആണ്, സോങ് ആണ്. ഇവരെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ച് ഇവരുടെ മനസ്സൊക്കെ ആകെ വളരെ എന്താ പറയാ റഫായിട്ടിരിക്കുക. അപ്പൊ അവരെ ഒരു തരളിതമാക്കാൻ വേണ്ടിയിട്ടാണ് രേവതിന് സഹായം ആവശ്യപ്പെട്ടത്. യെസ്, ഓക്കെ. दहलीज पे मेरी दिल की जो रखे है तूने कदम, तेरे नाम पे मेरी जिंदगी लिख दी मैंने हमदम, हाँ सीखा मैंने जीना जीना कैसे जीना, हाँ सीखा मैंने तेरे बिना हमदम, हाँ सीखा मैंने जीना जीना कैसे जीना, हाँ सीखा मैंने तेरे बिना हमदम, सच्ची सी है ये तारीफे दिल से जो मैंने करी है, जो तू मिला तो सजी है दुनिया मेरी हमदम, ओ आसमां मिला जमी को मेरी यादें यादें पूरे है हम, तेरे नाम पे मेरी जिंदगी लिख दी मैंने हमदम, हाँ सीखा मैंने जीना जीना कैसे जीना, हाँ सीखा मैंने तेरे बिना हमदम. Thank you, sir. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. രേവതി നല്ല സൗണ്ട് ആണ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ഇറ്റ്. ഓക്കെ 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 ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നിങ്ങളുടെ പ്രകടനങ്ങൾ ബാക്കിയുള്ളവരുടെ പ്രകടനങ്ങൾ നമുക്ക് ഇതിനകത്ത് ടെലികാസ്റ്റ് ചെയ്യാവുന്നതാണ്. യെസ്,
നിങ്ങൾക്ക് കഴിവുകൊണ്ടില്ലത് എനിക്ക് ഇനി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലല്ലേ എനിക്കത് പറയാൻ പറ്റും. ഓക്കെ, ഫർസാന യെസ്. അമ്മു വിനു യെസ്. അമൃത ജയകുമാർ പാട്ട് പാടണട്ടാ, നിങ്ങൾ 5 ഐറ്റം പറഞ്ഞാൽ മതി. യെസ്. ബിനീഷ പ്രകാശ് സർ. യെസ്, പറഞ്ഞോളൂ. ബിനീഷയുടെ ജീവിതത്തില് ബിനീഷ സ്ഥിരം ചെയ്തൊരു 5 കാര്യങ്ങൾ പറഞ്ഞു. I teach my daughter every day. I teach my daughter every day. എന്റെ എല്ലാ ദിവസവും ഞാൻ മോളെ പഠിപ്പിക്കാറുണ്ട്. കറക്റ്റ്, വെരി ഗുഡ്. I play with my kid every day. Every. Yes. I prepare breakfast every day. I will prepare breakfast every day. Okay. I clean my house. Yes. Yes. ഇനി അങ്ങനെ ക്യാരക്ടർ ഇല്ലെങ്കിലും അതുകൊണ്ട് ഉണ്ടാക്കിക്കോ. I wash my face every day. Okay, Jiru. I use lipstick every day. I use lipstick. ഞാനത് എക്സാമ്പിൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. യെസ്, വെരി ഗുഡ്. ബിനിഷ യെസ്, വിളിച്ചപ്പോൾ വന്നില്ലേ, അതിൽ തന്നെ അഭിനന്ദനങ്ങൾ. ഓക്കെ, ഹൈറനീസ. I pray every day. ജിഷ പറയുന്നു ഭക്തിയായിട്ടുള്ള കുട്ടിയാണ് കേട്ടോ. യെസ്, ഹൈറനീസ. ഷംന പറയുന്നു I comb my hair every day. മുടി എന്ത് ഞാൻ ചെയ്യാറുണ്ട്. യെസ്. I read a newspaper every day. റാംസീന കറക്റ്റ് ആണ്. യെസ്. ഓക്കെ, ഹൈറനീസ റെഡിയാവുമ്പോൾ പറഞ്ഞോട്ടാ. യെസ്. വനജ പറയുന്നു I call my mother every day. എല്ലാ ദിവസവും ഞാൻ അമ്മയെ വിളിക്കാറുണ്ട്. യെസ്. ജിഷ വി കെ. ജിഷ യെസ്. ഇനി ഞാൻ ആരുടെ പേര് പറയുന്നില്ല, ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഓരോരുത്തരുടെ പേര് വിളിക്കാൻ. യെസ്, പറഞ്ഞോളൂ. ജോബി പറഞ്ഞോളൂ. I call my husband. Yes, every day. I call my husband every day. Yes. I clean my home. I clean my home. I like a blue tea. Blue tea. Yes. Okay. I drive a scooter. Correct ആണ്. പിന്നെ Blue tea. Okay. Just I house week 2 days. yes. I call my mother. Yes. Sure, sir. Okay, very good. Okay. I do exercise every day. Correct ആണ് റംസീന. I do exercise. Okay, Safida ഞാൻ പറയുന്നു I take my medicine every day. Okay, Sanisha correct ആണ്. Safida, you start. I do morning exercise every day. Very good. Okay, Shamna. I drink my green tea every day. Yes. I prepare my children's tiffin box and snack box every day. Yes. I iron the children uniform every day. I recite the Quran every day. Yes. I watering my plants every day. I water the plant. Watering I water my plants every day. Okay, Safina correct ആണ്. Very good. Samna പറയുന്നു I spend time with my children. I drink clean water every day. വനിച്ച് പറയുന്നു. Okay, correct. എല്ലാം correct ആണ്. Okay. അപ്പോൾ പറയാം. റംസിന പറയുന്നു I go to my house every month. എല്ലാ മാസവും ഞാൻ വീട്ടിൽ പോകാറുണ്ട്. Very good. Yes, I watch reels every day. Very good. അങ്ങനെ വെറൈറ്റി പോരട്ടെ. ഞാൻ എല്ലാ ദിവസവും ഇന്ന് നോക്കാറുണ്ട്, റീൽസ് നോക്കാറുണ്ട്. Yes, very good. Yes. അപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ്. യെസ്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത ഒരു ടെൻസ് നമ്മൾ പറയുന്നതിന്റെ ഹെഡിങ് എഴുതും സിമ്പിൾ പാസ്റ്റ്. SIMPL, സിമ്പിൾ പാസ്റ്റ്. അതിനടിയിൽ എഴുതുക S plus V
ബ്രാക്കറ്റിലെ പാസ്റ്റ് ടെൻസ് എന്ന് എഴുതാം. S+B പാസ്റ്റ് ടെൻസ്. സാറേ ഒന്നും കൂടി പറഞ്ഞുതരുമോ? സിമ്പിൾ പാസ്റ്റ് എന്ന് ഹെഡിങ്. അതിന്റെ താഴെ എഴുതുക S+V. എസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഷോർട്ടാണ് നമ്മൾ S+B ബ്രാക്കറ്റില് ബിയുടെ ബ്രാക്കറ്റില് പാസ്റ്റ് ടെൻസ്. യെസ്. ഇനി നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾ നോക്കാം. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അത് ഉപയോഗിച്ച് ആ സെന്റൻസ് എഴുതിയിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അത് എഴുതിയിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ വെന്റ് ടു ഡൽഹി. ഐ സബ്ജക്റ്റ് ആണ്. ഗോ എന്നുള്ളതിന്റെ ഓക്കെ റംസീന, ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇത് വെന്റ്. ഗോ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് വേണം. ഐ വെന്റ് ടു ഡൽഹി. ഐ took medicine yesterday. നിഷ്മ പറയുന്നത് കറക്റ്റ് ആണ്. യെസ്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഐ ate an apple. ഞാനൊരു ആപ്പിൾ കഴിച്ചു. ഈറ്റ് എന്ന് പറയുന്നത് ഈറ്റ് പ്രസന്റ് ടെൻസ് ആണ്. ഇതിന്റെ പാസ്റ്റ് ടെൻസ് വേണം ഈറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ റംസിന, സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഐ മെയ്ഡ് സാൻഡ്വിച്ച് ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നു സിമ്പിൾ പാസ്റ്റ്. ഓക്കെ സഫീദ, യെസ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ സംഭവം. ഇപ്പൊ ഏകദേശം 12:48 ഈ സമയത്ത് മുന്നേ നിങ്ങൾ ചെയ്തതൊക്കെ പാസ്റ്റാണ്, കഴിഞ്ഞു പോയ സംഭവം. നിങ്ങൾ പറയാം രാവിലെ നിങ്ങൾ ചായ കുടിച്ചില്ലേ, ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത് സ്ഥിര സ്വഭാവം ഉണ്ടെന്നല്ല. ഇന്ന് കുടിച്ചു. തെറ്റുണ്ട്. ഗോ പ്രസന്റൻസ് ആണ്, പാസ്റ്റ് വേണം. യെസ്. ഇന്ന് കുടിച്ചു. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. നേരെ മറിച്ച് ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്നാണെങ്കിൽ അത് സ്ഥിര സ്വഭാവം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സ്ഥിര സ്വഭാവവും, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇന്ന് ചെയ്തൊരു കാര്യം അത് എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല, ഇന്നത് ചെയ്തു. യെസ്. ടുഡേ ഐ ക്ലീൻഡ് മൈ റൂം. ഇന്ന് ഞാൻ എന്റെ മുറി വൃത്തിയാക്കി. ഇന്ന് വിചാരിച്ചിട്ട് നാളെ ചെയ്യുമെന്നല്ല, ഇന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. യെസ്. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് എഴുതി അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഒരു പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐ വെന്റ് ടു മൈ ഹോം യെസ്റ്റർഡേ. ഓക്കെ നിഷ, സബ്ജക്റ്റ് എഴുതി പിന്നെ വെർബിന്റെ ഒരു പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എഴുതിയിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിലാണ്. അപ്പോ നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ചെയ്ത കാര്യങ്ങള് ഷംന പറയുന്നു ഐ റോട്ട് എ സ്റ്റോറി. ഓ, ഷംന കലാകാരി എഴുത്തുകാരിയാണല്ലേ. യെസ്. ഓക്കെ റാസ്മിന, ഐ ലെഫ്റ്റ് ദയർ ജസ്റ്റ് ബിഫോർ. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. റൈറ്റ് പറയാൻ പാടില്ല, റൈറ്റ് പ്രസന്റൻസ് അതിന്റെ പാസ്റ്റ് ടെൻസ് പറയണം. യെസ്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. നിങ്ങളിപ്പോ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇത് വേണമെങ്കിൽ പറയാം. ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. വാലിജ പറയുന്നത് ഐ സാങ് എ പ്രയർ. ഐ സാങ് എ സോങ് യെസ്റ്റർഡേ. യെസ്. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇപ്പൊ ഒരു കാര്യം ഐ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഏറ്റ് 2 glasses of water. Yes. I cut vegetables. I had vegetables. Yes. Okay. അപ്പൊ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. ഷംന പറയുന്നു ഐ വെന്റ് ടു പോസ്റ്റ് ഓഫീസ്. ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. കഴിഞ്ഞു പോയ സംഭവിക്കും. ഞാൻ പറയട്ടെ സാർ. പറഞ്ഞു. I woke up 5:30. അപ്പൊ ഒരു സമയം പറയുന്നത് തൊട്ട് മുന്നിൽ ഒരു ആക്ട് ചെയ്യാം. എപ്പോഴും സമയത്തിന് മുന്നിൽ ഒരു ആക്ട് കൂടി ചേർന്ന് പറയുമ്പോ ആക്ട് കൂടി ചേർന്ന് പറഞ്ഞു നോക്കി. അപ്പൊ ഭംഗി ചെയ്ത് നോക്കി.
I woke up at 5:30. അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞതിനേക്കാളും ഒരു പടി കൂടി ഒരു ലെവലും കൂടി അങ്ങോട്ട് മുകളിലായില്ലേ? I woke up at 5:30. Yes. Okay. I did my prayer. Sorry, before I did my morning routine. Then I did my prayer. Prayer, morning routine. Morning routine പറയാം നമുക്ക്. അപ്പൊ അതുകൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പേരും കൂടി ഉണ്ട്. I did my routine work. അല്ല, ദിനചര്യ എന്ന് പറയില്ലേ? Routine. Then I woke my daughter up. Yes, okay. I called my daughter. I washed my kitchen. Yes, okay. Then I made breakfast. Prepared breakfast. Yes, Lini correct. I cooked. Okay. Breakfast. I served the breakfast to the family members. Yes, I served the breakfast to the family members. I make my children dress up. Yes. Then after I did my picture wheels. Yes. Then I wrote some thought of the day. Yes, very good. Then I called my friend. Yes. Then I attend the class at 12 o'clock. Yes, okay. Thank you, sir. Very good. Yes, Lini പറഞ്ഞോളൂ. ലിനിക്ക് ചാൻസ് തരാം. Lini. ഞാൻ ടൈപ്പ് പോയി. എന്താ പറയാ, സൗമനസാല വരുന്ന ആരുടെയും നമ്മൾ അറിയുന്നില്ല. യെസ്, ഓക്കെ. അതിനൊരു തമാശത്തൊരു കഥ പറയാറുണ്ട്. I took bath last night. ഓക്കെ. നിഷ്മ പറഞ്ഞോളൂ ലിനി. എന്താണ് അന്നേരത്ത് കുറെ ഒരു മനസ്സിലൊക്കെ വിചാരിച്ചു വെച്ചു അല്ലെ? ഇപ്പൊ അത് വരുന്നില്ല അല്ലെ? അതെ, ചോദിക്കുമ്പോ പെട്ടെന്ന്. അതെ, ഇന്ന് രാവിലെ ചെയ്ത കാര്യം ആലോചിക്കേണ്ട. കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ വർഷമോ എപ്പോഴെങ്കിലും ഏതെങ്കിലും മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അറ്റൻഡ് ചെയ്ത് നമുക്ക് പറയാം. I attended a birthday function. I went there with my children. ഞാൻ അവിടെ എൻ്റെ കുട്ടികളോടൊപ്പം പോയി. I ate. എന്താണ് കഴിച്ചത്? ഐറ്റംസിന്റെ പേര് പറയാം. I met my classmates. എൻ്റെ ക്ലാസ്മേറ്റ്സിനെ അവിടെ വെച്ചു. അല്ലെങ്കിൽ I met my friends. എൻ്റെ കൂട്ടുകാരികളെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. We talked for hours. മണിക്കൂറുകളോളം ഞങ്ങൾ സംസാരിച്ചു. ഇങ്ങനെ എല്ലാ പാസ്റ്റേഴ്സ് ആയിരുന്നു. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ പാസ്റ്റേഴ്സ്. യെസ്. ഇനിയിപ്പോ നിങ്ങളുടെ ബ്രദറിനെ കുറിച്ച് പറയാം. ഹി സ്റ്റഡീഡ് BCom with corporation. He got an employment in Service Sahara Bank. Then he married a poor girl. Married പാസ്റ്റേഴ്സ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പാസ്റ്റേഴ്സ് ആയിക്കോളും നോക്കൂ. ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. യെസ്. I attended a housewarming last week. Okay, Ramchina. I ate dinner with my family. Nishma, correct? Yes. I teached my daughter how to behave elders. Yes, very good. Okay, Safida. Yes. We celebrated our daughter's naming ceremony 6 months ago. Okay, celebrated. Okay. Past tense. Celebrated എന്നുള്ളത് past tense ആണ്. Celebrated. Yes. ഇനി ആർക്കെങ്കിലും
Yes. അപ്പൊ നിമിഷ പറയുന്നു I went to school, I reached home, I prepared super fish curry. ജിനി പറഞ്ഞു I prepared super fish curry. വെറും ഫിഷ് കറി ഇല്ല, സൂപ്പർ എന്നാണ് പറയുന്നത്. യെസ്. My son, അതെ, പറഞ്ഞോളൂ ഇനി. my son played Janaganamana in piano. Yes, my son played Janaganamana in piano. Very good, correct. I picked some vegetables from my small garden. Correct. I picked, P-I-C-K, picked ennullതിന്റെ past tense, picked some vegetables from my small garden. Yes. I cut vegetable for avial. Yes, I cut vegetables. Very good. അപ്പൊ ഇവിടെ കിട്ടിയല്ലോ. I bought mango. ഷംന പറയുന്നു കറക്റ്റ് ആണ്. സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മളത് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇപ്പോഴും നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞ കണ്ടീഷണൽ സെന്റൻസ് ഇല്ലേ, അങ്ങോട്ട് നമ്മൾ എത്തിയിട്ടില്ല. അങ്ങോട്ട് എത്തുന്നതിന് മുന്നുള്ള ഒരു എന്താ പറയുക പടയൊരുക്കമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ഒന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും, അല്ലെങ്കിൽ പിന്നെ അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നമുക്ക് ഗ്രൗണ്ട് വർക്ക് ഒന്ന് ലെവൽ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ടീച്ചറൊക്കെ ആകുമ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം. നേരിട്ട് ഒരിക്കലും ആ വിഷയത്തിലുള്ള കണക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കി അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് മനസ്സിനൊന്ന് പാകപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളെ വിഷയം അവതരിപ്പിക്കുക. ഇന്നതാണ് വിഷയം, ഇതിൻ്റെതാണ് പ്രശ്നം. അപ്പൊ അത് കഴിയുമ്പോൾ കുട്ടികൾ വീട്ടിൽ ചെല്ലുന്നിട്ട് പറയും, ഓ ആ ലിനി ടീച്ചർ അല്ലെങ്കിൽ അഖില ടീച്ചർ അല്ലെങ്കിൽ ആ റാസ്മിന ടീച്ചർ ഇതെന്ത് കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ടീച്ചറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സൂപ്പർ ആയിട്ടുള്ള ക്ലാസ്സാണ്. ഞാൻ വലുതായിട്ട് ഒരു ടീച്ചർ ആവുമ്പോൾ അഖില ടീച്ചറിനെ പോലെ, വനജ ടീച്ചറിനെ പോലെ, സഫീദ ടീച്ചറിനെ പോലെ ഞാൻ പഠിപ്പിക്കുന്നത് അവർ പറയുന്നിടത്താണ് നിങ്ങളുടെ യെസ്. ഓക്കെ, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് കിട്ടും. മുതിർന്നവരെ കഴിഞ്ഞാണില്ല, പിന്നെ കിട്ടില്ല. ഒരു 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കിട്ടും. അത് കഴിഞ്ഞ് ചിലപ്പോ അമ്മയ്ക്ക് ഇതിനെ കുറിച്ച് വലുത് അറിയാമോ, എന്തെങ്കിലും ചോദിക്കും. നമ്മളെക്കാൾ ദൂരം അവട്ടെ. അത്രയും നാളും വരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അത് അങ്ങനെയൊന്നും അല്ല, അത് വേറെ വഴിക്കാണ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ആ 5 വരെയുള്ള സമയത്ത് നമ്മൾ റെഡിയാക്കി എടുക്കണം അവരെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി നമുക്ക് റെഡിയായിട്ട് വരും, പേടിക്കാനൊന്നുമില്ല. കാരണം അപ്പോൾ ഒരു ബേസ് ആയി അവർക്ക്. പിന്നെ ആകുമ്പോൾ അവരൊക്കെ ഡിഫിക്കൽട്ട് ആ ബേസിൽ തന്നെ വന്നു കഴിഞ്ഞാലാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അത് പേടിക്കണ്ട. സോ കണ്ടീഷണൽ സെന്റൻസ് കുറച്ച് ടെൻസും കൂടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടീഷണൽ സെന്റൻസിലേക്ക് കടന്നു. അത് നിങ്ങൾ മറക്കാതിരിക്കുക. സബോർഡിനേറ്റ് ക്ലോസ് പറഞ്ഞിട്ടുണ്ട്, മെയിൻ ക്ലോസ് പറഞ്ഞിട്ടുണ്ട്, അത് മറക്കാതിരിക്കുക. സിമ്പിൾ പ്രസന്റ് പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. ഓക്കെ, കൺക്ലൂഡ്. മറ്റ് നടപടിക്രമങ്ങളൊന്നും ഇല്ല എങ്കിൽ കൺക്ലൂഡ് ചെയ്യട്ടെ. Thought of the day ഉണ്ട് sir. Thought of the day പറഞ്ഞില്ലേ? അല്ല, സൈൻ ഓഫ് ഉണ്ട്. പറഞ്ഞോളൂ. Speaking up. I was always quiet. I had ideas, but I kept them inside. I feared being wrong or judged. One day in class, the teacher asked a question. I know the answer. My heart raced, but I raised my hand. My voice shook. But when I spoke, I was right. And more importantly, I felt proud. That moment changed me. I realized speaking up isn't about being perfect. It is about being brave. Since then, I have shared my thoughts more often. Some people agree, some don't. But I know longer stay silent, your voice matters. Even if it's quiet, even if it's unsure, every time you speak up, you grow stronger. Sign up. Very good, Sign up. very good. Okay, Safida. Very good, very good, very good. Yes. So we will meet next class. Okay, bye. Thank you, sir. Okay, welcome.